എല്ലാവർക്കും നമസ്കാരം. അതിഥീസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ അനിയത്തിൻ്റെ ഒരു കല്യാണ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ വീടിൻ്റെ വാതിലാണ്. അപ്പം തലേദിവസത്തെ ഫംഗ്ഷനായിരുന്നു, ഹൽദിയുടെ ഒരു പ്രോഗ്രാം, പുടവ കൊടുക്ക ചടങ്ങ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ പുടവ കൊടുക്കുന്നതിനായിട്ടുള്ളത് ഈ ഒരു ഡ്രസ്സൊക്കെയാണ് നമ്മൾ തയ്പ്പിച്ചിരുന്നത്. അപ്പം ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് ആളുകൾ വന്ന് കല്യാണത്തിനിടാനുള്ള ഡ്രസ്സ് കൊണ്ട് കൊടുക്കുക, സാരി. അപ്പം ഇതാണ് ഞങ്ങളുടെ ചെറുക്കനെ, ശരത്ത്. ഇത് ശരത്തിൻ്റെ പെങ്ങളാണ് ആയിട്ടൊക്കെ വന്നിട്ടാണ് നമ്മൾ ഈ ചടങ്ങ് നടത്തുന്നത്. പുടവ കൊടുക്കൽ ചടങ്ങെന്നും പറഞ്ഞാൽ നമ്മൾ ചിലർ കല്യാണ മണ്ഡപത്തിൽ വെച്ച് കൊടുക്കും, അല്ല ചിലർ നേരത്തെ തലേദിവസമൊക്കെ കൊണ്ടു തരുന്നുണ്ട്. അപ്പോൾ അവരുടെ വീട്ടിലുള്ളവരൊക്കെ വന്നു കേട്ടോ. പേരമ്മമാരും അളിയനൊക്കെ ഉണ്ടായിരുന്നു, പെങ്ങളുടെ ഭർത്താവ്, അവരെല്ലാം കൂടെ വന്നു. അപ്പോൾ നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് ഈ ചടങ്ങ് നടക്കുമ്പോൾ അങ്ങനെ നമ്മൾ ആചാരപ്രകാരം തന്നെയാണ് അതെല്ലാം നടത്തുന്നത്. അപ്പോൾ ഇതാണ് സാരി. ഈ സാരി ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾ ശരത്തിനെയും അവളെയും കൂടെ കൊണ്ടുവരാനായിട്ട് വന്നപ്പോഴത്തേക്കിന് നമ്മൾ എറണാകുളത്ത് കയറിയെടുത്താണ് കേട്ടോ. അങ്ങനെ പുടവ കൊടുക്കൽ ചടങ്ങ് നടത്തുന്നുണ്ടോ. സാരിയിൽ മുല്ലപ്പൂവും നാരങ്ങയൊക്കെ വെച്ച് അപ്പോൾ നമ്മൾ പെങ്ങളാണ് പുടവ കൊടുക്കുന്നത്. നമ്മൾ പെങ്ങളെ കാലത്തൊട്ട് വന്നിച്ച് അപ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. നമ്മൾ ഡ്രസ്സാണ് കൊടുത്തത് കേട്ടോ പെങ്ങൾക്ക്. അങ്ങനെ ആ ചടങ്ങൊക്കെ കഴിഞ്ഞ് അപ്പോൾ എല്ലാവരും നിന്ന് നമ്മളെ അടുത്ത വീട്ടിലുള്ളവരൊക്കെ ഉണ്ട്. അപ്പം തലേദിവസം നമ്മൾ ഇങ്ങനെ എല്ലാവർക്കും 100 പേരെ വിളിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അങ്ങനെ നമ്മുടെ തൊട്ടടുത്തൊരു പറമ്പ് വെച്ചായിരുന്നു ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇവരുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളുമൊക്കെ നടന്നു. അപ്പോൾ ആ സമയത്ത് അവിടെ അപ്പുറത്ത് ഫുഡിനുള്ള കാര്യങ്ങളുമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ചെറുക്കനും പെണ്ണൊക്കെ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു. അതിനുശേഷം ആദ്യം ഇവർ നേരത്തെ വന്നായിരുന്നു. അപ്പോൾ ഇവരെയൊക്കെ നമ്മളവിടെ കൊണ്ടുപോയി ചോറൊക്കെ കൊടുത്തു. ചോറ്, മീൻ, ഇറച്ചി, അങ്ങനെ ഉള്ള കാര്യങ്ങൾ. എപ്പോഴും എല്ലായിടത്തും മിക്കപ്പോഴും ബിരിയാണിയൊക്കെ ആയിരിക്കും. ഇപ്പോൾ ബിരിയാണിയൊക്കെ എല്ലാവർക്കും മടുപ്പാണ്. ഇപ്പോൾ ചോറാകുമ്പോൾ എല്ലാവരും കഴിച്ചോളുമല്ലോ, ബിരിയാണി കഴിക്കാത്തവരും കാണുമല്ലോ. അപ്പം ചോറ് ആകുമ്പോൾ എല്ലാവർക്കും ഇതാകുമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്തൊരു പറമ്പിലാണ് നടത്തിയത്. പറമ്പല്ല, വീടാണ്. അവിടെ വലിയ കോമ്പൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഇട്ടാണ് എല്ലാവരും, ഒത്തിരി പേരുണ്ടായിരുന്നു. നമ്മളൊരു 400-450 പേര് ആ ഒരു റേഞ്ചിലാണ് ഉള്ള ആളുകളുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വിളമ്പാൻ ആളെയൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു, ചേച്ചിമാർ. പിന്നെ അതൊക്കെ അവിടെ നടന്നു. അപ്പം 9:30-10 മണിയോടുകൂടിയാണ് അതൊക്കെ തീർന്നത് കേട്ടോ. ഫുഡിൻ്റെ കാര്യങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്ത് ഹൽദിയുടെ കാര്യങ്ങൾ, സ്റ്റേജൊക്കെ തലേദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. ചേട്ടൻ്റെ കൂട്ടുകാരായിരുന്നു എല്ലാം ചെയ്തിട്ടിരുന്നത്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഹൽദിക്ക് ഇതാണ് അവൾ ഡ്രസ്സ് എടുത്തത് കേട്ടോ. ഇത് ഞങ്ങൾ ആ തലയിലിരിക്കുന്ന ആ ഒരു ലൈറ്റ് കത്തുന്നത് മുല്ലയ്ക്കൽ ചെറുപ്പിന് പോയപ്പോൾ മേടിച്ചാണ് കേട്ടോ. അപ്പോൾ അതുമൊക്കെ ഇതിനോട് സെറ്റ് ആയതുകൊണ്ട് അങ്ങനെ ഉപയോഗിച്ചു. പിന്നെ അവരിത് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തി. അപ്പോൾ ഹൽദിയുടെ ഒരു ചെറിയൊരു ഫംഗ്ഷനായിട്ട് നടത്താമെന്ന്, ഫോട്ടോയ്ക്കൊക്കെ വേണമല്ലോ. അപ്പോൾ അവളൊരാഗ്രഹം പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള കാര്യങ്ങളും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ മിക്കവരും പച്ച, മഞ്ഞ, ഓറഞ്ച് അങ്ങനെ ഡ്രസ്സ് കോഡൊക്കെയാണ് കേട്ടോ എല്ലാവരും നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ ഇട്ടിരുന്നത്. മഞ്ഞയാണ്, പച്ചയൊക്കെ പറ്റുമല്ലോ, ഓറഞ്ച് അങ്ങനെയുള്ള കളറുകളാണ്. ഇതിനകത്ത് മഞ്ഞയാണ് കൂടുതലും ഇതായിട്ട് വരുന്നത്. അപ്പോൾ എല്ലാവരും പിന്നെ മഞ്ഞൾ തീക്കുന്ന ഒരു ചടങ്ങായിട്ട് ചെറിയ രീതിയിൽ നടത്തി കേട്ടോ. ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയാണ് കൂടുതലായിട്ട്. നേരത്തെ ഇങ്ങനെ മൈലാഞ്ചി ഇടിയിൽ കാര്യങ്ങളൊക്കെ പറയും. ഇപ്പം ഹൽദിയായിട്ട് ഇതായിട്ട് നടത്തും. ഞാനും എൻ്റെ ഭർത്താവും കുഞ്ഞുമാണ്. അപ്പോൾ എല്ലാവരും നിർത്തി ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയ്ക്കകത്ത് എല്ലാ ഫോട്ടോയും ഉൾപ്പെടുത്താൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇത് ഞങ്ങളെല്ലാം കൂടെ നിന്ന് ഫോട്ടോ എടുത്തു. പിന്നെ ഇതെൻ്റെ അച്ഛനും അമ്മയും അവരും എല്ലാം കൂടെ നിന്നു. പിന്നെ ഞങ്ങളുടെ പേരപ്പനും പേരമ്മയാണ്. പിന്നെ ഞങ്ങളുടെ ചേട്ടൻ ബാബുരാജ് എന്ന് പറയും, എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് സതീഷാണ്. അവരെല്ലാമായിട്ട് ഫോട്ടോ എടുത്തു. പിന്നെ പിള്ളേരുടെ ഓരോ പ്രോഗ്രാംസ്, പിള്ളേരെല്ലാം കൂടെ പാട്ടും ഡാൻസും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും ഞങ്ങളുടെ സ്റ്റേജിൽ കയറി ചെറിയ രീതിയിലൊരു അടിച്ചുപൊളി ഡാൻസൊക്കെ നടത്തി. നമ്മുടെ പേരമ്മമാരൊക്കെ ഉണ്ടായിരുന്നു. നമുക്കൊരു സന്തോഷമല്ലേ, ഞങ്ങളുടെ മൂത്ത പേരമ്മമാർ 2 പേരുണ്ടായിരുന്നു. അവരൊക്കെ അത് പങ്കെടുത്തപ്പോൾ നമുക്ക് സന്തോഷം. എല്ലാവരുമായിട്ട് ഇങ്ങനെയുള്ള ചെറിയ നിമിഷങ്ങളിലാണ് എല്ലാവരും ഒത്തുകൂടുന്നത്. അപ്പോൾ അത് എല്ലാവരുമായിട്ട് എൻജോയ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഒരു പ്രത്യേക സുഖമാണ്. അപ്പോൾ എല്ലാവരുമായിട്ട് നമുക്കൊന്നും ഡാൻസൊന്നും അറിയത്ത് പോലുമില്ല, ചുമ്മാതെ സ്റ്റേജ് കണ്ട് എല്ലാവരും നിന്നപ്പം എല്ലാവരുമായിട്ട് ഇങ്ങനെ അടിച്ചു പൊളിക്കുക എന്ന് വിചാരിച്ച്. അപ്പോൾ അവൾക്കും ഒരു സന്തോഷമല്ലേ. ഇനി അവളൊക്കെ പോയാൽ 1 വർഷം 1.5 വർഷമൊക്കെ കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും മനസ്സിൽ ഒരു ഓർമ്മ ആയിട്ട് നിൽക്കുന്നൊരു കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ എല്ലാവരുമായിട്ട് അടിച്ചു പൊളിച്ചു. ഞങ്ങളത് കഴിഞ്ഞിട്ടാണ് ഫുഡൊക്കെ കഴിച്ചത് കേട്ടോ. അപ്പം ഈ സ്റ്റേജിലെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഈ സമയമാകുമ്പോൾ എല്ലാവരും ഒതുങ്ങി. പിന്നെ നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ ഉള്ളായിരുന്നു കേട്ടോ. പിന്നെ ചേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വൈഫാണ് എൻ്റെ അടുത്ത് നിന്നത്. പുള്ളിക്കാരി ഭയങ്കര ആക്റ്റീവാണ്. അവരെല്ലാവരും ഉണ്ടായിരുന്നു. അവരൊക്കെ ഒത്തിരി താമസിച്ചാണ് പോയത്. അങ്ങനെ ഞങ്ങൾ വൈകിട്ടത്തെ പ്രോഗ്രാംസ് എല്ലാം അടിച്ചു പൊളിച്ചു. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ കല്യാണ ദിവസമാണ്. ഞങ്ങളുടെ വീടാണിത് കേട്ടോ. വീടിൻ്റെ ഫുൾ വീഡിയോ ഒക്കെ ഞാൻ പിന്നീട് ഇടുന്നതാണ്. അപ്പം വീട്ടിൽ വെച്ചാണ് പെണ്ണിറങ്ങുന്ന ചടങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. കയറി വരുന്ന അവിടെ ഗുരുദേവൻ്റെ ഒരു ഫോട്ടോയുണ്ട്. പിന്നെ ശാരദാദേവിയുടെ ഫോട്ടോ തൊട്ടകത്ത്. അപ്പോൾ പെണ്ണെല്ലാം ഒരുങ്ങി വന്നു. രാവിലെ പോയതാണ് അവൾ കേട്ടോ. 4 മണി ഒക്കെ ആയപ്പോൾ ഒരുങ്ങാൻ പോയതാണ്. നമുക്ക് മുഹൂർത്തം 10:40 പിന്നെ ഫോട്ടോ എടുപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നേരത്തെ എല്ലാം ഒരുങ്ങണം. നമ്മുടെ അടുത്തൊരു ബിൽഡിങ്ങാണ്, അവിടെ പോയി ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത്
അങ്ങനെ കുറേ നേരം കഴിക്കാനൊന്നും സമയം പോലും കിട്ടിയില്ല അവൾക്ക്. പിന്നെ അകത്ത് വീട്ടിൽ വന്ന് കുറച്ച് ഫോട്ടോസ് എല്ലാവരുമായിട്ട് എടുക്കണം. പിന്നെ ദക്ഷിണ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് നിന്ന് എടുത്തു. അപ്പോൾ ഞങ്ങൾ ഈ സമയത്ത് വീട്ടിലായിരുന്നു. അപ്പോൾ അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മുടെ കുടുംബത്താണ് അറേഞ്ച് ചെയ്തിരുന്നത്. അവിടെ വന്ന് എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് ഇവിടെ നിന്ന് നമ്മൾ കല്യാണത്തിന് ഇറങ്ങുന്ന രീതി അങ്ങനെയാണ് വെച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ കുറേ പേരെല്ലാം കൂടെ അങ്ങോട്ടും പോയി. ഭക്ഷണം കഴിക്കാനുള്ളവരെല്ലാം നമ്മുടെ കുടുംബത്തോട്ടും വന്ന് അങ്ങനെ പിന്നെ അമ്പലത്തിലും വീട്ടിലും ഒക്കെ ആയിട്ട് ദക്ഷിണയും കാര്യങ്ങളും ഒക്കെ നമ്മുടെ വേണ്ടപ്പെട്ടവരെല്ലാം വിളിച്ച് എല്ലാവരുടെ അനുഗ്രഹം മേടിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാവരുടെയും അനുഗ്രഹത്തും നമ്മൾ മേടിക്കുന്ന ചടങ്ങാണ് നടന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ മുതിർന്നവരായിട്ടുള്ള എല്ലാവരുടെയും, നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരുടെയും, കുടുംബത്തിൽ നിന്ന് മാത്രമല്ല നമുക്ക് പ്രിയപ്പെട്ടവരായിട്ടുള്ള നമ്മളെ അനുഗ്രഹിക്കാൻ വന്നിട്ടുള്ള എല്ലാവരുടെയും അനുഗ്രഹമൊക്കെ മേടിച്ച് അങ്ങനെ ആ ഒരു ചടങ്ങൊക്കെ അങ്ങനെ നടത്തി. പിന്നെ നമ്മളിനിയിപ്പം വീട്ടിൽ പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. നമ്മുടെ പുതിയ വീടാണ്. വീട്ടിൽ വെച്ച് എല്ലാവരും കൂടെ, ഇത് നമ്മുടെ ചന്ദ്രൻ ചേട്ടൻ എന്ന് പറയും, അച്ഛൻ്റെ കൂട്ടുകാരനാണ്, SNDPയിലെ പ്രവർത്തകനൊക്കെയാണ്. ശിവഗിരിയിലെ അങ്ങനെയുള്ള പ്രവർത്തനത്തിലൊക്കെ പുള്ളിയാണ് പ്രാർത്ഥനയ്ക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നത്. അങ്ങനെ അവിടുത്തെ അനുഗ്രഹം ഒക്കെ വാങ്ങി ഫോട്ടോയിലൊക്കെ തൊട്ട് അപ്പോൾ അവിടുന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത്, അപ്പം നമുക്ക് സമയമുണ്ടായിരുന്നു. ഒരു 9:30 കഴിയുമ്പോൾ സമയത്തിന് മുന്നേ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന്. അങ്ങനെ അതെല്ലാം നോക്കി എല്ലാവരും ഇറങ്ങി. പിന്നെ നമ്മുടെ തൊട്ടടുത്ത് SNDP ഗുരുദേവൻ്റെ SNDP ഉണ്ട് അമ്പലം, അവിടെ പോയി പ്രാർത്ഥിച്ചു. പിന്നെ അവിടെ കുറേ ഫോട്ടോയൊക്കെ എടുത്തു. ഇതാണ് നമ്മുടെ കല്യാണ മണ്ഡപം, കണ്ണാടി പടിഞ്ഞാറേ ശ്രീ ഭഗവതി ക്ഷേത്രം, പടിഞ്ഞാറേ മഠം എന്ന് പറയും. അപ്പോൾ അവിടെ വന്നു. പിന്നെ ഈ ചെറുക്കനും കൂട്ടരുമൊക്കെ വന്നു കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ചെറുക്കൻ ശരത്ത്. എൻ്റെ അനിയത്തിൻ്റെ പേര് സ്വാതി. അപ്പോൾ ശരത്തും വീട്ടുകാരും, അപ്പോൾ ഞങ്ങളുടെ അണ്ണന്മാരെല്ലാം അവിടെ റെഡിയായിട്ട് നിന്നുകൊണ്ട് ചെറുക്കനെ സ്വീകരിക്കുന്ന ചടങ്ങും കാര്യങ്ങളും ഒക്കെയാണ് നടക്കുന്നത്. അപ്പോൾ അവരുടെ വലിയ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇതും ചേട്ടൻ്റെ ഒരു കൂട്ടുകാരനാണ് നമ്മുടെ ഈ സ്റ്റേജ് കാര്യങ്ങൾ, ഹൽദിയുടെ സ്റ്റേജും കല്യാണത്തിൻ്റെ സ്റ്റേജും ഒക്കെ സെറ്റ് ചെയ്ത് കേട്ടോ. അപ്പം ഈ ചെറുക്കനെ സ്വീകരിക്കുകയാണ്. മാലയിട്ട് കാലെല്ലാം കഴുകി ചന്ദനമൊക്കെ തൊട്ട് ബൊക്കെയൊക്കെ കൊടുത്ത് അങ്ങനെ സ്വീകരിച്ച് നമ്മൾ കൊണ്ടിരുത്തും. അങ്ങനെയാണ് ചടങ്ങ് വരുന്നത്. മാലയൊക്കെ ഇട്ട് സ്വീകരിച്ച് നമ്മൾ മണ്ഡപത്തിൽ കൊണ്ടെടുക്കും. ശരത്തിനൊക്കെ ആദ്യം എല്ലാവർക്കും അങ്ങനെയാണല്ലോ, ഒരു ടെൻഷൻ കാണുമല്ലോ. അപ്പോൾ ശരത്തിൻ്റെ മുഖത്തത് കാണാമായിരുന്നു. നല്ല അടിപൊളി മണ്ഡപവും കാര്യങ്ങളും ഒക്കെയാണ്, നല്ലതായിട്ട് സ്റ്റേജും കാര്യങ്ങളും ഒക്കെ. ഇത് ഞങ്ങളുടെ അമ്മായി, തങ്കമണി എന്ന് പറയും, അമ്മായിയാണ് പെണ്ണിനെ കൊണ്ടുവരേണ്ടത്. അപ്പം ഈ പെണ്ണിനെ കൊണ്ടുവന്ന് പിള്ളേരും എല്ലാമായിട്ട് നമ്മൾ പെണ്ണിനെ സ്റ്റേജ് മണ്ഡപത്തിലോട്ട് കൊണ്ടുവരുവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവൾക്ക് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ മുഖത്തൊന്നും കാണിച്ചില്ല. അപ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു, 750 പേരുണ്ടായിരുന്നു കല്യാണത്തിന് കേട്ടോ. അങ്ങനെ സ്റ്റേജിലോട്ട് കൊണ്ടുവന്നു. ഇനിയിപ്പം കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ശാന്തികൾ, ശ്രീകുട്ടൻ എന്നാണ് പേര്. നമ്മുടെ വീടിൻ്റെ ഗണപതി ഹോമവും പൂജകളും ഭഗവതി സേവയൊക്കെ നടത്തിയത് ശ്രീകുട്ടനാണ്. ശ്രീകുട്ടൻ നമുക്ക് പ്രിയപ്പെട്ട ആളാൾ തന്നെയാണ്. അപ്പം ശ്രീകുട്ടൻ്റെ ഇതിലാണ് നമ്മുടെ ചടങ്ങൊക്കെ നടത്തിയത്, അമ്പലത്തിലെ കല്യാണത്തിൻ്റെ. അപ്പം ഇനിയിപ്പം എല്ലാ ചടങ്ങുകളും കല്യാണത്തിൻ്റേതായിട്ടുള്ള രീതിയിലെല്ലാം നടത്തുന്നുണ്ടോ. ആദ്യം പ്രാർത്ഥന, ഈശ്വര പ്രാർത്ഥന, ഇതൊക്കെ നമുക്കിപ്പം ഇത് വീഡിയോ അന്ന് അതായിട്ട് തന്നെ ഇടാൻ പറ്റത്തില്ല. നമുക്ക് ഈ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ മറ്റേ വീഡിയോ ഒക്കെ ചെയ്ത് കിട്ടുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ആ പാട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല ഒരു എറിച്ച് നിൽക്കും. അപ്പോൾ അത് നമുക്ക് ഇതിനകത്ത് പറ്റത്തില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം പിന്നെ നമ്മൾ താലികെട്ട് ചടങ്ങാണ്. ഇതിൻ്റെ വീഡിയോസൊക്കെ നമുക്ക് കിട്ടി. ഈ ഫോട്ടോയൊക്കെ കിട്ടാനുണ്ട്. അവർ പോയി തിരിച്ച് ജോലിക്ക് പോയി, രണ്ടുപേരും ഒരു സ്ഥലത്താണ്. അപ്പം താലികെട്ടിൻ്റെ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പം ഞങ്ങളുടെ അനിയത്തിക്ക് ഇപ്പം കൂട്ടായിട്ട് ഒരാളൂടെ ഈ ഒരു നിമിഷം നമുക്ക് വന്നെത്തി. ഒരുപാട് സന്തോഷം. എനിക്കൊരു അനിയനുണ്ടാകണം, അനിയൻ വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എപ്പോഴും. പണ്ട് കൊച്ചിലെ അമ്മയൊക്കെ പറയുന്നു, അല്ലാതെ എനിക്ക് തന്നെ അറിയാം, എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു അനിയൻ വേണമെന്നുള്ളത്. പക്ഷേ അനിയത്തിയായിരുന്നു. എന്നാലും എനിക്ക് പ്രശ്നമില്ല, എന്നാലും എനിക്കൊരു അനിയൻ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമുക്ക് കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കിനും ദൈവം നമുക്കൊരു അനിയൻ കൊണ്ട് തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് ഞങ്ങളുടെ ശരത്ത്. അപ്പം താലികെട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മണ്ഡപത്തിൽ വലത്ത് വെക്കും 3 പ്രാവശ്യം. അങ്ങനെ വലത്തൊക്കെ വെച്ച് പിന്നെ നമ്മുടെ വീട്ടുകാരും നമുക്ക് വേണ്ടപ്പെട്ടവരും എല്ലാം സ്റ്റേജിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ വെച്ചും കുറച്ച് പേർക്കൊക്കെ ദക്ഷിണ കൊടുക്കും. പിന്നെ അമ്മയുടെ ലാസ്റ്റ് അമ്മയ്ക്കാണ് ദക്ഷിണ കൊടുക്കുന്നത്. അമ്മയ്ക്ക് ദക്ഷിണ കൊടുത്താൽ പിന്നെ ആർക്കും കൊടുക്കല്, അങ്ങനെയൊക്കെയാണ് ചടങ്ങുകൾ. അപ്പം വീട്ടിൽ കൊടുക്കാൻ പറ്റാത്തവർക്കൊക്കെ അമ്പലത്തിൽ വെച്ചും ദക്ഷിണയൊക്കെ കൊടുത്തു. പിന്നെ മോതിരം ഇടുന്ന ചടങ്ങൊക്കെ ഉണ്ട്, അതുമൊക്കെ നടത്തി. അപ്പോൾ എല്ലാം ശുഭമായിട്ട് അങ്ങനെ അവസാനിച്ചു. ഇതെല്ലാവരും നമുക്ക് ചുറ്റും എല്ലാവരും പ്രാർത്ഥിച്ച് അപ്പം നമ്മൾ ലാസ്റ്റ് നമ്മുടെ കല്യാണം നടത്തിയതാണ്. ശാന്തിക്ക് ദക്ഷിണയൊക്കെ കൊടുത്ത് പിന്നെ അമ്മവിളക്ക് നമ്മൾ കൊടുത്തു കേട്ടോ. ഇത് നമ്മൾ അമ്മവിളക്ക് നമ്മൾ സ്വർണ്ണം എടുക്കാൻ പോകുമ്പോൾ അവർ തന്നെ നമുക്ക് ചെയ്തു തരുന്നതാണ് കേട്ടോ. അങ്ങനെ അമ്മവിളക്കൊക്കെ
എടുത്തു. പിന്നെ ഫോട്ടോയും കാര്യങ്ങളുമാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ റോളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ഈ ഒരു താലികെട്ടുമൊക്കെ കഴിയുമ്പോൾ പിന്നെ ഫോട്ടോക്കാരാണ്. പിന്നെ ഫോട്ടോ എടുക്കും കാര്യങ്ങളും ബഹളമൊക്കെയാണ്. അപ്പം എന്തേ ലാസ്റ്റ് ഒരു മധുരം കൊടുത്തു. പിന്നെ നമ്മുടെ SNDPയിൽ നമ്മൾ വിവാഹത്തിനുള്ള കാര്യങ്ങളെല്ലാം ഒപ്പിട്ട് കൊടുക്കുന്നു പേപ്പറിൽ. പിന്നെ നമ്മൾ ചെറുക്കന് മാല ഇട്ട് കൊടുക്കുന്നു. ഇത് ഞങ്ങളുടെ ബാബുരാജ് ചേട്ടൻ്റെ അച്ഛനാണ്. നമുക്ക് ചെറുക്കനും പെണ്ണിനും മംഗളാശംസകൾ പറയുന്ന ചടങ്ങാണ്. അങ്ങനെ അവരൊക്കെ അങ്ങനെ ഒന്ന് അനുഗ്രഹിക്കുന്നത് തന്നെ നമുക്കൊരു വലിയ കാര്യമാണ് തന്നെയാണ്. കുറച്ച് ഞങ്ങളുടെ അച്ഛൻ വന്ന് അവർക്ക് വേണ്ടി ആശംസകളും കാര്യങ്ങളും എല്ലാം പറഞ്ഞു. അപ്പോൾ അതൊക്കെ നല്ലൊരു മുഹൂർത്തം തന്നെയല്ലേ നമ്മളിങ്ങനെ ഒരു ആശംസയും കാര്യങ്ങളുമൊക്കെ ആളുകൾ തരിക എന്ന് പറയുന്നത്. പിന്നെ ഫോട്ടോ സെക്ഷൻ്റെ കാര്യങ്ങളിലോട്ടാണ്. അതിലോട്ടൊന്നും നമ്മൾ കിടക്കുന്നില്ല. ഇപ്പോൾ എല്ലാവരുടെയും ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ എടുത്ത് പിന്നെയും ചിലർക്കൊക്കെ പിണക്കം തോന്നി. ഫോട്ടോ എല്ലാവരും കിട്ടിയില്ല എന്നൊക്കെ കംപ്ലയിൻറ്റ് പറഞ്ഞു. നമ്മൾ കല്യാണമൊക്കെ ആകുമ്പോൾ ഇപ്പോൾ എല്ലാവരും നമുക്കിപ്പം ഉൾക്കൊള്ളാൻ ചിലപ്പം പറ്റത്തില്ല. ഓടി നടന്നു ഒന്നാമത്തെ ചെറിയ സമയമുള്ളായിരുന്നു. 10:30-ക്ക് 11:30-ക്ക് 10:40-നും 11:40-നും ഇടയ്ക്കായിരുന്നു കല്യാണം. പിന്നെ അതിനിടയ്ക്ക് ആളുകൾ വന്നു, അവരെ സ്വീകരിക്കണം. പിന്നെ ഫുഡിൻ്റെ കാര്യത്തിന് പോകണം. അങ്ങനെയൊക്കെ വന്നപ്പം എല്ലാവരും ഒന്നും നിർത്താൻ പറ്റിയിട്ടില്ല. അതിൽ പറ്റാത്തവർക്കൊക്കെ വിഷമം തോന്നിയെങ്കിൽ ക്ഷമിക്കുക. പിന്നെ നമ്മൾ ഫുഡിൻ്റെ വീഡിയോ എല്ലാവരും ഫുഡൊക്കെ അമ്പലത്തിൽ കഴിച്ചു കേട്ടോ. അപ്പം വലിയ ഹോളാണ് അമ്പലത്തിൽ. ഞങ്ങളുടെ കല്യാണവും ഈ അമ്പലത്തിൽ വെച്ചാണ് നടന്നത്, ഈ ഓഡിറ്റോറിയം തന്നെ. ഇതിനകത്തും വിളമ്പാനായിട്ട് ചേച്ചിമാരെ നിർത്തിയിട്ടുണ്ടായിരുന്നു. 20 പേരുണ്ടായിരുന്നു വിളമ്പാനായിട്ട്. അവരാകുമ്പോൾ നമുക്ക് എല്ലാം നല്ല കറക്റ്റായിട്ട് വിളമ്പിത്തരും. നമ്മളൊന്നും അതിനകത്ത് ഇടപെടേണ്ട ആവശ്യമില്ല. എന്നാലും നമ്മളെ സഹായിക്കാനായിട്ട് ഒരുപാട് ചേട്ടന്മാരും നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള ആളുകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സുഹൃത്തുക്കളെന്നൊന്നും പറയത്തില്ല, നമ്മുടെ സഹോദര തുല്യരാണ് അവരെല്ലാം. അപ്പോൾ അവരും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാവരുടെയും ഒരുപാട് സഹകരണം ഉണ്ടായിരുന്നു. നമുക്ക് കുറച്ച് ഫുഡൊക്കെ രാത്രി വൈകിട്ട് ഇതെല്ലാം കഴിഞ്ഞപ്പം ബാക്കി വന്നു. അപ്പം നമ്മൾ അടുത്തുള്ളൊരു പിള്ളേരുടെ ഒരു സ്കൂള് ഉണ്ട്. അപ്പോൾ അവിടെ അവരോട് ചോദിച്ച് വേണമെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് കൊടുത്തു. പിന്നെ നമ്മൾ വൈകുന്നേരം ചെറുക്കൻ്റെ വീട്ടിൽ പോയായിരുന്നു. റിസപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങോട്ട് പോയി. അപ്പം പിന്നെ ഫുഡൊക്കെ നമ്മളിപ്പോൾ ഓടി നടന്നപ്പോൾ എല്ലായിടത്തും കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതാകുമ്പോൾ പിള്ളേർക്ക് അവിടെ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരാണ്. അവരുടെ ഒരു സ്ഥലമുണ്ട്, അവർ കുറേ പേരെല്ലാം പഠിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് അവർക്ക് വേണമെന്ന് ചോദിച്ചപ്പോൾ അവരെത്തിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും നമ്മുടെ വണ്ടിയിൽ, വെള്ളം വണ്ടിയിൽ ഫുഡും ചോറും കറികളും പായസവും എല്ലാം ആയിട്ട് അവിടെ കൊണ്ട് കൊടുത്തു. ബാക്കി വന്നതൊക്കെ കേട്ടോ അവരത് നല്ല മനസ്സോടെ തന്നെ സ്വീകരിച്ചു. അപ്പോൾ അതൊക്കെ സന്തോഷമാണ്. നമ്മൾ ഫുഡൊക്കെ എത്രയോ വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമൊന്നും വന്നില്ല. എല്ലാവർക്കും ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരത് പിള്ളേർക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു വലിയ പുണ്യമാണ്. അപ്പോൾ അങ്ങനെ എല്ലാം ഫുഡും കാര്യങ്ങളും എല്ലാം അവർക്ക് തന്നെ കൊടുത്തു കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഞങ്ങളൊക്കെ ഈ ഒരു തിരക്കിൽ ഓടി നടന്നുകൊണ്ട് നമുക്ക് ആ ഭക്ഷണത്തിൻ്റെ രുചി പോലും അറിയാൻ പറ്റിയില്ല. നമ്മൾ ആ തിരക്കിനിടയ്ക്ക് ഓടിപ്പോയി കഴിച്ച് അങ്ങനെ ചെറുക്കനെയും പെണ്ണിൻ്റെയൊക്കെ കൂടിയാണ് നമ്മളും കഴിച്ചത്. പിന്നെ അവർ പോകാനുള്ള ധൃതിയായി. പിന്നെ നമ്മളെല്ലാം പാത്രമെല്ലാം കഴുകി കൊടുക്കണം. പിന്നെ വൈകിട്ട് അവിടെ വീട്ടിൽ റിസപ്ഷന് പോകണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ വന്നപ്പോഴത്തേക്കിന് തിരക്കായിരുന്നു. അപ്പം എല്ലാവരും ഫുഡ് നമ്മൾ വിളിച്ചവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. തലേദിവസവും പിറ്റേ ദിവസവും ഒക്കെ വന്നവരുണ്ട്. അപ്പം എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് നമ്മളതെല്ലാം നോക്കണം. എല്ലാവരുടെയൊക്കെയും ഓടിച്ചെല്ലണം. നമ്മൾ അവരെല്ലാം നമ്മൾ അവരോട് പോയി സംസാരിക്കുകയും കാര്യങ്ങൾ തിരക്കുകയൊക്കെ ചെയ്യണമല്ലോ. അപ്പം എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. നമ്മളും വീട്ടുകാരും ഒക്കെ ലാസ്റ്റാണ് ഇരുന്നത് കേട്ടോ. എനിക്ക് ആ പായസമൊക്കെ ഒരുപാട് കഴിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും സാധിച്ചില്ല. ആ തിരക്കിലൊക്കെ അങ്ങനെ ആയിപ്പോയി. അപ്പം നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് കാണാം ആരൊക്കെയാണ്. അതൊക്കെ ഒരു പ്രത്യേക ഓർമ്മകളാണ്. ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ക്ലിപ്പ് നമുക്ക് ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും നമുക്ക് കിട്ടിയിട്ടുണ്ട് വീഡിയോയുടെ. അപ്പോൾ അതിനകത്ത് എല്ലാം ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പം ചെറുക്കനും പെണ്ണൊക്കെ കൊടുക്കുന്നു. അവരൊക്കെ ആയിട്ടാണ് നമ്മൾ കഴിച്ചത്. ഇത് അവരുടെ അളിയനും പെങ്ങളും ഒക്കെയാണ്, അച്ഛനെ. ഇത് ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന്. പിന്നെ അവരുടെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ അവിടെ ആയിട്ട് നിന്ന് എടുത്ത അമ്പലത്തിൽ ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും ഒക്കെ വേണ്ടി അവരുടെ തന്നെയുള്ള അതൊക്കെ ആ സമയത്ത് അതെല്ലാം നടന്നു. അപ്പം പിന്നെ ഇനിയിപ്പം പോകുന്ന കാര്യങ്ങളൊക്കെയാണ്. ഇനിയിപ്പം അവർ പോകും. പിന്നെ വൈകിട്ട് റിസപ്ഷൻ വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള എല്ലാവരും കൂടെ അങ്ങോട്ട് പോയി ആ ഒരു ചടങ്ങ് കൂടെ കഴിയുമ്പോൾ നമ്മുടെ ഈ കല്യാണത്തിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിയും. പിന്നെ അത് കഴിയുമ്പോഴാണ് നമ്മുടെ പെരവാസോലിയുടെ ചടങ്ങൊക്കെ വെച്ചിരിക്കുന്നത്. കയറി താമസം പാലുകാച്ചലൊക്കെ കഴിഞ്ഞു. പിന്നെ കയറി താമസവും അതിനെന്തേ പോകുന്ന ചടങ്ങാണ്. അപ്പം എല്ലാവരോടും അവൾക്ക് ഹാപ്പിയായിരുന്നു. എല്ലാവരും ഹാപ്പിയായിരുന്നു. നമ്മൾ കരയേണ്ട അവസ്ഥ കാര്യങ്ങളൊന്നുമില്ല. അവൾ എപ്പം ഈ ലീവിന് വന്നാലും നമ്മൾ തിരിച്ചു പോകുന്ന ആ ഒരു ഫീൽ തന്നെ നമുക്ക് തോന്നിയുള്ളൂ. പിന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എപ്പോഴും അവൾ നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പം, അതായത് ജോലിക്ക് ലീവിന് വരത്തില്ലേ, ലീവിന് വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ഒറ്റയ്ക്കൊക്കെ പോകുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടോ. എൻ്റെ അനിയത്തി അല്ല അമ്മയ്ക്കൊക്കെ ആണെങ്കിലും ബുദ്ധിമുട്ട്. അവൾ ഒറ്റയ്ക്കാണല്ലോ പോകുന്നത്, ഫ്ലൈറ്റിൽ അത്രയും ദൂരെ ഇരിക്കണമല്ലോ, അങ്ങനെയൊക്കെ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം നമുക്ക് ആ ഒരു ടെൻഷനില്ല. അവൾക്ക് കൂടെ ഒരാളുണ്ട്.
അതുകൊണ്ട് ഇത്തവണ അവർ പോയപ്പോൾ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് തോന്നിയില്ല. അവർ രണ്ടുപേരും ഉണ്ടല്ലോ, അവൾക്ക് കൂട്ടായിട്ട് ഒരാളുണ്ടല്ലോ, ഒരാളെ കൂട്ട് കിട്ടിയില്ലേ. അപ്പം അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും തോന്നിയില്ല. അപ്പോൾ അവൾ നമ്മളെ വീട്ടിലുള്ള എല്ലാവരോടും യാത്ര പറഞ്ഞ് അപ്പം അങ്ങനെ പോയി. ഉണ്ടോ, നമ്മളെല്ലാവരും അവരെ സന്തോഷത്തോടെ, നമുക്ക് കരച്ചിലൊന്നും വന്നില്ല, നമുക്ക് സന്തോഷമാണ് തോന്നിയത്. കാരണം ആ ഹാപ്പി ആയിട്ട് അവിടെ ജീവിതത്തിൽ അവൾക്ക് കൂട്ടായിട്ടൊരാൾ വന്ന്, അപ്പോൾ നമ്മൾ സന്തോഷത്തോടെ യാത്ര അയക്കുക അവളെ എല്ലാവരും കൂടെ. അപ്പോൾ അതേ അവർ അമ്പലത്തിൽ നിന്ന് പോയി. അപ്പം നമ്മുടെ കല്യാണത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ കഴിഞ്ഞു. എല്ലാവർക്കും ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ചെറിയ രീതിയിലുള്ളൊരു വീഡിയോ ആണ് ഇട്ടത്, ഒരു 15 മിനിറ്റ്. ഒരുപാട് ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല വെട്ടി കുറച്ച് ചെറിയ രീതിയിൽ ആക്കി ഇട്ടതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനിയും നമ്മുടെ വീഡിയോസൊക്കെ കാണണം. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് അതിഥീസ് വേൾഡ് എന്നാണ്. അപ്പോൾ ഇനിയും വേറെ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.